വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു, ഭാവി നശിക്കുമെന്നു, ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു, ഭാവി നശിക്കുമെന്നു, ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സങ്കീർത്തനം 7:1. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. പാപം വേട്ടയാടുന്നു. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. ആസ് യു സോ യു റീപ്പ്. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. വിതച്ചാൽ അത് തന്നെ കൊയ്യും, വിതച്ചാൽ അതിലേറെ കൊയ്യും, വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. 1. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ബൈ ഹ്യൂമൻ ലോസ്. മാനുഷിക നിയമങ്ങളാൽ പാപം നമ്മെ കണ്ടെത്തും. 2. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ ബോഡി. നിൻ്റെ ശരീരത്തിൽ രോഗമായി പാപം നിന്നെ കണ്ടെത്തും. പാപം മൂലം രോഗം വരും. 107 സങ്കീർത്തനം 17 വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ മരണവാതിലുകളോട് സമീപിച്ചിരുന്നു. ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു. ലംഘനങ്ങൾ ഹേതുവായി കഷ്ടപ്പെട്ടു. അകൃത്യം നിമിത്തം അവർ യാതനയിലായി. ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ മരണവാതിലുകളോട് സമീപിച്ചിരുന്നു. എന്നാൽ അവർ ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടു, അവരനുഭവിച്ചു. നാം വായിക്കുന്നു അടുത്ത വാക്യം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരെ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ. അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടുകൂടെ അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ. പാപം മൂലം രോഗം വരും, അകൃത്യ നിമിത്തം രോഗം വരും, ലംഘനങ്ങൾ നിമിത്തം രോഗം വരും. അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗം കർത്താവ് സൗഖ്യമാക്കി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം
5-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ഒരു തളർവാദ രോഗിയെ കാണുന്നുണ്ട്. അവൻ ഒരു വശം തളർന്നു കിടക്കുന്ന ഒരവശനായ മനുഷ്യനാണ്. വളരെ ദയനീയമായ സ്ഥിതിയാണ്. എത്ര വർഷമാണ് അവൻ അങ്ങനെ അനങ്ങാതെ കിടന്നത്? അവൻ ആ ബേഥസ്ത കുളക്കരയിൽ 38 കൊല്ലമായി തളർവാദം ബാധിച്ച് കിടക്കുകയായിരുന്നു. യേശു അവൻ്റെ അരികിലേക്ക് ചെന്നു. കഴിഞ്ഞ 38 കൊല്ലമായി വിവശനും ദുഃഖിതനും അശരണനുമായി രോഗിയും ക്ഷീണിതനുമായി തളർന്നു കിടക്കുന്ന ആ സാധു മനുഷ്യൻ്റെ അരികിലേക്ക് കരുണാസമ്പന്നനായ ദൈവം കടന്നു വന്നു. യേശു കടന്നു ചെന്നു. യേശു ചോദിച്ചു, ഡു യു വാണ്ട് ടു ബി ഹോൾ? നിനക്ക് പൂർണ്ണനാകാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് മലയാള വേദപുസ്തകത്തിൽ കാണുന്നത് ഇംഗ്ലീഷിൽ നേരെ തർജ്ജമ ചെയ്താൽ നിനക്ക് മുഴുവനായും പൂർണ്ണമാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നാണ്. നിൻ്റെ ഒരു വശം തളർന്നിരിക്കുന്നു, മറുവശത്തിന് ബലമുണ്ട്. മുഴുവനും ഒരുപോലെ ബലമുള്ളതാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന്. നിൻ്റെ ഒരു വശം തളർന്നിരിക്കുന്നു, മറുവശം ബലമുണ്ട്, ആരോഗ്യമുണ്ട്. 2 വശവും ഒരുപോലെ ആരോഗ്യമുള്ളതാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഡു യു വാണ്ട് ടു ബി ഹോൾ? നിനക്ക് പൂർണ്ണനാകാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവന് ന്യായമുണ്ട്. എനിക്ക് ആരുമില്ല, എന്നെ താങ്ങാൻ എനിക്ക് ആരുമില്ല, എന്നെ വെള്ളം കലങ്ങുമ്പോൾ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ നിസ്സഹായനാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ അഗതിയാണ്, ഞാൻ അശരണനാണ്, ഞാൻ ദുർബലനാണ്, ആരോരും തുണയില്ലാത്തവനാണ്, എനിക്ക് സഹായി ആരുമില്ല. അവൻ വേദനയോട് പറയുകയാണ്, എനിക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല എന്നവൻ പറഞ്ഞപ്പോൾ യേശുവിൻ്റെ ആർദ്രമായ കരം ഉയർന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ആരുമില്ലെങ്കിൽ നിനക്ക് ഞാനുണ്ട്. യേശു അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ യേശു പ്രവർത്തിച്ചു. എഴുന്നേറ്റ് നടക്കുക, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ ആ മനോഹരമായ സംഭവം നാം ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്. യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് കൽപ്പിച്ചു. എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. 9-ാം വാക്യം 5:9. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. 38 കൊല്ലം അവനെ വഹിച്ച കിടക്ക ഇന്നിതാ അവൻ എടുക്കുകയാണ്, അവൻ ചുമക്കുകയാണ്, അവൻ വഹിക്കുകയാണ്. അനേകരിന്ന് പല രീതിയിൽ ആകുലപ്പെട്ടും ദൗർബല്യം പൂണ്ടും അവശതയാർന്നും വലഞ്ഞു കഴിയുന്നു. എനിക്ക് ആരുമില്ലെന്നാണ് പറയുന്നത്. എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നോട് കരുണ തോന്നുന്ന ആരുമില്ല, എൻ്റെ പ്രയാസം കാണാൻ ആരുമില്ല, ഒരു വാക്ക് നല്ല വാക്ക് പറയാൻ ആരുമില്ല, ഒന്ന് സഹതപിക്കാൻ ആരുമില്ല, എൻ്റെ വീട്ടിലാരുമില്ല, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് എന്നെ സ്നേഹമില്ല, പണ്ടുണ്ടായിരുന്നു, ഇന്ന് എന്നെ വെറുപ്പാണ്, എന്നെ അറപ്പാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന് എന്നെ വിലയില്ല, എൻ്റെ മക്കൾക്കോ ഇന്ന് ഞാൻ വാർദ്ധക്യത്തിലായി, അവർക്ക് എന്നെക്കുറിച്ചൊരു പരിഗണനയില്ല, ഞാനൊന്ന് ഒഴിവാകുന്നതാണ് അവർക്ക് നല്ലതെന്ന് തോന്നുന്നു. ഓ, എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെക്കുറിച്ചൊരു വാത്സല്യമില്ല, ആരെയും വാത്സല്യിക്കും, എന്നെ ഒന്ന് ഓമനപ്പേര് ചൊല്ലി വിളിക്കാൻ പോലും എൻ്റെ അപ്പനും അമ്മയും തയ്യാറല്ല. അപ്പൻ എന്നെ വിളിക്കുന്നത് ചീത്തവാക്ക് പറഞ്ഞാണ്. അയ്യോ, ഞാൻ ആരോരും ഇല്ലാത്തവൻ. സങ്കടപ്പെടുന്നവരെ, യേശു വരുന്നു, യേശു നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നു. യേശു പറയുന്നു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. ദൈവത്തിന് സ്തോത്രം. അവൻ നടന്നു. യേശു കുറേ നേരം കഴിഞ്ഞ് അവനെ ദേവാലയത്തിൽ വേറൊരു ഭാഗത്ത് വെച്ച് കണ്ടു. അവനിപ്പോൾ നല്ല ഉത്സാഹത്തോടെ നടക്കുകയാണ്. ബേഥസ്ത കുളക്കരയിൽ 38 കൊല്ലം കിടന്നവൻ ഇപ്പോഴുണ്ട്, ഉത്സാഹ പ്രസരിപ്പോടെ നടക്കുന്നു. എന്തൊരു നവോന്മേഷം, എന്തൊരു ഉത്സാഹ പ്രകർഷം. അവൻ നടക്കുകയാണ്. യേശു അവനെ കണ്ടു. നാം വായിക്കുന്നത് എങ്ങനെയാണ്? 14-ാം വാക്യം 5:14. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായി ഇത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ശ്രദ്ധിക്കണം. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായി ഇത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. എന്താണ് അതിൻ്റെ അർത്ഥം? നിനക്ക് ഈ രോഗം വന്നത് നിന്റെ പാപം മൂലമാണ്. ഇനിയും നീ പാപം ചെയ്താൽ നിനക്ക് ഇപ്പോൾ വന്നതിനേക്കാൾ കൂടുതൽ തിന്മയായി ഇത് ഭവിക്കും. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായി ഇത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. പാപം മൂലമാണ് 38 കൊല്ലം തളർന്ന് കിടക്കേണ്ടി വന്നത്. സ്നേഹിതരെ, നിങ്ങൾക്ക് ചില അവശതകളില്ലേ?
നിങ്ങൾക്ക് പക്ഷേ ശരീരത്തിൽ തളർച്ചയില്ലായിരിക്കാം, അല്ല ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചില അവശതകളില്ലേ? നിങ്ങൾക്ക് ചില ദൗർബല്യങ്ങളില്ലേ? നിങ്ങൾക്ക് ചില കേടുകളില്ലേ? നിങ്ങൾക്ക് ചില ബലഹീനതകളില്ലേ? നിങ്ങൾക്ക് ചില പോരായ്മകളില്ലേ? നിങ്ങൾക്ക് ചില കുറച്ചിലുകളില്ലേ? ഓർക്കൂ സഹോദരങ്ങളെ, ജീവനുള്ള ദൈവം പറയുന്നു, മകനെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഞാൻ സൗഖ്യം തരികയാണ്. പക്ഷേ ഇനിയും നീ പാപം ചെയ്യരുത്. പാപത്തിലേക്ക് പോയാൽ അധികം തിന്മയായത് നിനക്ക് ഭവിക്കും. ദൈവത്തിന് സ്തോത്രം. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. പാപം മൂലം രോഗം വരും, പാപം മൂലം ശരീരത്തിന് തളർച്ച വരും, പാപം മൂലം മനസ്സിന് തളർച്ച സംഭവിക്കും, ക്ഷീണം സംഭവിക്കും, മനസ്സിൻ്റെ ഉത്സാഹം കുറയും, നിരാശ വരും. പാപം മൂലം മനസ്സിൻ്റെ കരുത്ത് കുറയും, ഓർമ്മശക്തി കുറയും. പാപം മൂലം മനുഷ്യ മനസ്സിന് പ്രസരിപ്പില്ലാതാകും, ഹൃദയത്തിന് ഉന്മേഷമില്ലാതാകും, മുന്നോട്ടുള്ള ഗതി അറ്റുപോകും, മുന്നേറ്റമില്ലാതെ പോകും, ജീവിതമാകെ തളർന്ന് വിവശമായി പോകും. സഹോദരങ്ങളെ, ദൈവം പറയുന്നു, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ ബോഡി. നിന്റെ ശരീരത്തിൽ പാപം മൂലം രോഗം വരും. ദൈവജനമേ, മറക്കല്ലേ, പാപത്തെ വിട്ടുകളയുവീൻ. ഇനിയെങ്കിലും പാപത്തോടുള്ള വീഴ്ചകൾ മതിയാക്കുവീൻ. ഇനിയെങ്കിലും പാപം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. മദ്യപാന ആസക്തികൾ മാറട്ടെ, സിനിമയോടുള്ള ആസക്തികൾ മാറട്ടെ, ദൈവ പൈതലെ അശുദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ മാറട്ടെ, വഞ്ചനയും ചതിവും നിന്റെ ശീലമായത് മാറട്ടെ. നിന്റെ ജീവിതത്തിൽ സ്നേഹം നിറയട്ടെ, നിന്റെ കുടുംബത്തിൽ ശാന്തി വളരട്ടെ, ഭാര്യയും ഭർത്താവും ഏകമനസ്സായി തീരട്ടെ. ദൈവ പൈതലെ, മാതാപിതാക്കളും മക്കളും ഒരു ഹൃദയമായി മാറട്ടെ. അന്യോന്യം സ്നേഹം, പരസ്പരം ഐക്യം, കുടുംബം സ്വർഗം. എവിടെയാണ് സ്വർഗം? എന്താണ് സ്വർഗം? സ്വർഗം സ്നേഹമാണ്, സ്നേഹം സ്വർഗമാണ്. നമ്മുടെ കൊച്ചു കൊച്ചു കുടുംബങ്ങൾ കൊച്ചു കൊച്ചു സ്വർഗമാക്കാൻ നമുക്ക് കഴിയും, വേണമെങ്കിൽ കഴിയും. പാവം വിട്ട് ജീവിച്ചാൽ, ഒരാളെങ്കിലും പാവം വിട്ട് ജീവിച്ചാൽ, ആദ്യം ഹൃദയത്തിൽ സ്വർഗം വരും, രണ്ടാമത് വീട്ടിൽ സ്വർഗം വരും, മൂന്നാമത് മരണശേഷം സ്വർഗത്തിലെത്തും. പ്രിയപ്പെട്ടവരെ, പാവം വിട്ട് ജീവിച്ചാൽ ആദ്യം ഹൃദയത്തിൽ സ്വർഗം ഇറങ്ങി വരും. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വർഗം ഇറങ്ങി വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്വർഗ സ്നേഹം കൊണ്ട് നിറയുവാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ അലങ്കോലങ്ങൾ മാറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളും മാറുവാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? എൻ്റെ ദൈവമേ, എന്നെ നശിപ്പിക്കാൻ എന്നെ പിടികൂടിയിരിക്കുന്ന ഈ പാപത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ. പാപത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കണമേ. പാപത്തിൻ്റെ ഭീകര ദംഷ്ട്രകളിൽ നിന്ന് എനിക്കൊരു വിമോചനം തരണമേ. കരുണയുള്ള കർത്താവേ, പാപത്തിൽ നിന്ന് എനിക്ക് ഒരു മുക്തി നൽകണമേ. എന്നെ നീ അനുഗ്രഹിക്കണമേ. പാപം മാറ്റി പാപത്തിൽ നിന്ന് മുക്തി തരണമേ. പിതാക്കന്മാർ അങ്ങനെ പാടി, പിതാക്കന്മാർ അങ്ങനെ പ്രാർത്ഥിച്ചു. ന്യായാധിപ ന്യായാധിപനേ, അങ്ങേക്കരിശം ചേർത്ത കടത്താൽ എന്തല താഴ്ത്തരുതേ വിധികേ. ജനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിൻ തിരുമയും രക്തവും ഓർത്തന്മേൽ കൃപ ചെയ്യുക. നിൻ സ്നേഹ സ്ലീബ ഞാൻ കൂപ്പി പിഴപോക്കി, നിന്മേരുതിരങ്ങൾ ഹിതമൊടു കരുണാമയനീശോ മമ നൽകുക മുക്തി. മമ മുക്തി നൽകുക, എനിക്ക് മോചനം തരിക. പാപമോചനം ലഭിക്കുമ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ശാന്തി വരും. പാപം മോചിച്ചു തരണമേ. മമ മുക്തി നൽകുക, എനിക്ക് മോചനം നൽകണമേ, എനിക്ക് വിമോചനം നൽകണമേ, എനിക്ക് മുക്തി നൽകണമേ, പാപത്തിൽ നിന്നുള്ള വിടുതൽ നൽകണമേ. അനേകം ആളുകൾ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ സാധിക്കാതെ വലയുകയാണ്. ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ പലരും പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ജീവിതം ഒന്ന് സംശുദ്ധമാകണമെന്ന് ഒരിക്കലെങ്കിലും കൊതിച്ചവർ അനേകം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. മകനെ, നിന്നോട് പറയട്ടെ, വാസ്തവമായി നീ നിന്നെ തന്നെ ഒന്ന് കണ്ട് അനുഭവിച്ചാൽ നിനക്ക് ഇതുവരെയും അസാധ്യമായത് ഈ നിമിഷം മുതൽ ദൈവം സാധിപ്പിച്ചു തരും. നിന്റെ പാപത്തെ നിന്നിൽ നിന്ന് മാറ്റിത്തരും. നീ ഇതുവരെയും വലഞ്ഞുകൊണ്ടിരുന്ന പാപങ്ങൾ, നിന്നെ ഹിംസിച്ചു കൊണ്ടിരുന്ന പാപങ്ങൾ, നിന്നെ ഗ്രസിച്ചു കൊണ്ടിരുന്ന പാപങ്ങൾ, നിന്നെ തകർത്ത് നശിപ്പിച്ചു കൊണ്ടിരുന്ന പാപങ്ങൾ നിന്നിൽ നിന്ന് മാറുകയും എത്രയും ശോഭനവും സനാതന സംശുദ്ധവുമായ ഒരു നല്ല നാളെയിലേക്ക് ദൈവം നിന്നെ കരം പിടിച്ച് ഉയർത്തുകയും ചെയ്യും. സ്നേഹിതരെ, പാപം രോഗം വരുത്തും. പാപത്തെ ഓർത്ത് അനുഭവിപ്പീൻ, രോഗം മാറും.
ഈ പാപം മൂലം പിശാചിന് അവകാശം വരും. പാപം മൂലം അതാണ് അപകടം വരുന്നത്. മനുഷ്യന് ദോഷം വരുന്നത് പിശാചാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, 18 കൊല്ലമായി രോഗം ബാധിച്ചിരുന്നൊരു സ്ത്രീ. 18 കൊല്ലം പാവം കൂനി നടക്കുകയാണ്. രോഗബാധയാണ്, ഒട്ടും നിവരുവാൻ കഴിയുന്നില്ല. എന്ത് കഷ്ടപ്പാട്! പാവം ഇങ്ങനെ വളഞ്ഞു കുത്തിയാണ് നടക്കുന്നത്, കൂനിയാണ് നടക്കുന്നത്. എന്ത് ദയനീയമായ സ്ഥിതി! 18 കൊല്ലമായി കൂന് ബാധിച്ചു. നാം വായിക്കുന്ന അങ്ങനെയാണ്, 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. 13:11 ലൂക്കോസ്. ഒട്ടും നിവരുവാൻ കഴിവില്ല. എന്താണ് ഈ രോഗം? ഈ രോഗം കൂനാണ്. പക്ഷെ അതിന് കാരണം എന്താണ്? കർത്താവ് അവളുടെ മുതുകത്ത് തൊട്ടു, അവളുടെ പുറത്ത് യേശു തൊട്ടു. സൃഷ്ടാവിൻ്റെ കരം സൃഷ്ടിയെ തൊട്ടു. പ്രിയരെ, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആവേശമുണ്ടാകുന്നില്ലേ? സൃഷ്ടാവിൻ്റെ കരം സൃഷ്ടിയെ തൊട്ടു. രോഗമുള്ളവരെ നിങ്ങൾ കൊതിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ യാചിക്കണം, നിങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, അവിടുത്തെ കരവന്യം തൊടണമേ. നിന്റെ ആണിപ്പാടിൽ കരവൻ്റെ രോഗമുള്ള ഭാഗത്തൊന്ന് വെക്കണമേ. എൻ്റെ രോഗമുള്ള വേദനയുള്ള ഭാഗത്ത് അതിൻ്റെ കരമൊന്ന് വെക്കണമേ. രോഗസൗഖ്യം നൽകുന്ന കരം എൻ്റെ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്തൊന്ന് തൊടുവിക്കണമേ. യേശുവിൻ്റെ കരം ആ പാവം സ്ത്രീയുടെ മുതുകത്തൊന്ന് തൊട്ടു. ക്ഷണത്തിൽ അവൾ നിവർന്നു. അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. നാം അങ്ങനെയാണ് വായിക്കുന്നത്. അവൾ സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. ക്ഷണത്തിൽ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു പിന്നെ പറഞ്ഞു, അതിൻ്റെ 16-ാം വാക്യം, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായി ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഈ രോഗത്തിന് കാരണം എന്താണ്? സാത്താൻ്റെ ബന്ധനമാണ്. സാത്താൻ 18 കൊല്ലമായി ബന്ധിച്ചിരിക്കുകയായിരുന്നു. 18 കൊല്ലം പിശാചി പാവം സ്ത്രീയെ വളച്ച് ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു. പൈശാചിക ബാധ മൂലം രോഗം വരും, സാത്താന്യ ബാധ മൂലം രോഗം വരും. സാത്താൻ എന്ന് പറയുന്ന ഒരു ഭീകര ശക്തിയുണ്ട്. സാത്താൻ എന്ന് പറയുന്ന ഒരു ഭീകര വ്യക്തിയുണ്ട്, ഒരു പേഴ്സണാണ്. സാത്താൻ എന്ന് പറയുന്ന ഒരു ഭയാനക പ്രകൃതിയുള്ള വ്യക്തിയുണ്ട്, ഹിംസ പ്രകൃതിയുള്ളൊരു വ്യക്തിയുണ്ട്. ആ ഭീകരൻ സാത്താൻ ബന്ധിച്ചാൽ രോഗം വരും. പ്രിയപ്പെട്ടവരെ, എന്നാൽ സാത്താൻ്റെ ബന്ധനം അഴിക്കാൻ യേശു കൈവച്ചു. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണും, പിശാചിൻ്റെ പ്രവൃത്തികളൊക്കെയും അഴിപ്പാൻ തന്നെ ദൈവോത്രം പ്രത്യക്ഷനായി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ മേൽ പിശാചിൻ്റെ ചില പ്രവൃത്തികളുണ്ട്, എൻ്റെ മേൽ പിശാചിൻ്റെ ചില ബന്ധനങ്ങളുണ്ട്, എൻ്റെ കുടുംബത്തിന്മേൽ പിശാചിൻ്റെ ചില ബന്ധനങ്ങളുണ്ട്, എൻ്റെ ആളത്വത്തിൽ സാത്താൻ ചില ബന്ധനങ്ങൾ അവൻ എൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇടം കൊടുത്തതുകൊണ്ടാണ് കർത്താവേ. സാത്താന് എന്നിൽ ഇടം കൊടുക്കാൻ ഞാൻ കാരണക്കാരനാണ് കർത്താവ്, വേറെ ആരുമല്ല കാരണം. എൻ്റെ ഭാര്യയല്ല കർത്താവേ, എൻ്റെ ഭർത്താവല്ല, എൻ്റെ മക്കളല്ല, എൻ്റെ മാതാപിതാക്കളല്ല, എൻ്റെ ജീവിത സാഹചര്യമല്ല. എൻ്റെ പാപം മൂലം ഞാൻ സാത്താൻ ഇടം കൊടുത്തു. വേറെ ആരും ഉത്തരവാദികളല്ല, ഞാനാണ് കാരണക്കാരൻ. ദൈവജനമേ, നിങ്ങൾ മറ്റുള്ളവരിൽ കുറ്റം ചാരണ്ട, മറ്റുള്ളവരിൽ നിങ്ങൾ കുറ്റം ആരോപിക്കേണ്ട. ഞാനാണ് കർത്താവേ, ഞാനാണ് കാരണക്കാരൻ. ഞാൻ സാത്താൻ ഇടം കൊടുത്തുപോയി. സാത്താൻ ഇടം കിട്ടിയാൽ അവൻ തകർക്കും. കാരണം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമല്ലോ ശത്രു വരുന്നത്. അറുക്കുക, മുടിക്കുക, മോഷ്ടിക്കുക. പൈശാചികൻ അറുക്കുന്നവനും മുടിക്കുന്നവനും മോഷ്ടിക്കുന്നവനുമാണ്. ദൈവജനത്തെ തകർക്കുകയും മുടിക്കുകയും ചെയ്യുന്നതിനാണ് പിശാച്. അതുകൊണ്ട് പിശാചിനിടം കൊടുത്താൽ അവൻ തകർത്തിരിക്കും, സംശയമില്ല. പിശാചിനിടം കൊടുക്കരുത്, സാത്താനിടം കൊടുക്കരുത്. ഈ സ്ത്രീ സാത്താന്യ ബാധ മൂലം രോഗിയായി തീർന്നു. പക്ഷേ സൃഷ്ടാവിൻ്റെ കരം അവളുടെ മേൽ വന്നു. ക്ഷണത്തിൽ അവൾ നിവർന്നു, അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. രോഗബന്ധനം അഴിഞ്ഞു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ബന്ധനം അഴിച്ചു യേശു, ബന്ധന കെട്ടുകൾ പൊട്ടിച്ചു. സഹോദരീ സഹോദരങ്ങളെ, പാപം മൂലം രോഗം വരും. പൈശാചിക ബാധയ്ക്ക് കാരണം പാപം, തന്മൂലം രോഗം വരും. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ കാണാം. ഗദരദേശത്തൊരു മനുഷ്യൻ വസ്ത്രമുടുക്കുകയില്ല, സുബോധമില്ലാത്തത് കൊണ്ടാണ്. പിന്നെ അതുമാത്രമോ, അവൻ തന്നെത്താൻ ശരീരത്തിൽ ചതയ്ക്കും, കല്ലെടുത്ത് ശരീരത്തിൽ ഇടിക്കും,
മുറിയും, പഴുക്കും, വ്രണം പോലെയാകും, ചോരയും ചലവും ഒഴുകും. അവന് ദുർഗന്ധവും അവന് തോന്നുകയില്ല. അടുക്കലിലൂടെ ആരെങ്കിലും പോയാൽ മൂക്കുപൊത്തി വേണം നടക്കാൻ. മാത്രമല്ല, അവൻ ഭീകര പ്രകൃതിയുള്ളവനാണ്. ആരെയും കയറി ആക്രമിക്കുന്നവനായി. സുബോധം നഷ്ടപ്പെട്ടു. വസ്ത്രം ഉടുക്കാതെ, സുബോധമില്ലാതെ, പൈശാചിക ബാധ കയറി ആക്രമിച്ച് അവൻ ഇതാ വെളിവുകെട്ടവനായി നടക്കുകയാണ്. ഗദരദേശത്തെ ജനങ്ങൾ പേടിയിലാണ്, ഭീതിയിലാണ്. പേടി സ്വപ്നം. രാത്രിയെല്ലാം ഉറക്കമില്ലവന്. കല്ലറകളിലും മലകളിലും കാടുകളിലും നടന്നുകൊണ്ട് അലറിക്കൊണ്ടിരിക്കും, കൂവിക്കൊണ്ടിരിക്കും. ആളുകൾ ഉപദ്രവിക്കുന്നത് കൊണ്ട് ഈ ഭൂതഗ്രസ്തനെ ആ നാട്ടിലെ ആളുകൾ പിടികൂടി അവൻ്റെ കൈകാലുകൾ ബന്ധിച്ചു. കയ്യിൽ ആമമിട്ട് മുറുക്കി, കാലിൽ ചങ്ങലയിട്ട് കെട്ടി. അവൻ കരുത്തനാണ്. ചങ്ങല അവൻ ഉരുമ്മി ഉരുമ്മി വലിച്ച് പൊട്ടിച്ചു കളഞ്ഞു. കയ്യിലെ ആമം ഉരുമ്മി ഉരുമ്മി വലിച്ച് അത് പൊട്ടിച്ചു കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ഭീകരൻ. കാരണം എന്താണ്? അവനിൽ ഇതുപോലെ വന്ന കെടുതിക്ക് കാരണം, ഈ മനോരോഗം വരാൻ കാരണം, ഈ ഭ്രാന്ത് ബാധിക്കാൻ കാരണം എന്താണ്? സാത്താൻ ഒന്നല്ല, ദുരാത്മാക്കൾ 6000 എണ്ണം അവൻ്റെ ഉള്ളിൽ കയറി. 6000 ദുർഭൂതങ്ങൾ. ലെഗിയോൻ 6000 എണ്ണം അവൻ്റെ ഉള്ളത്തിൽ കടന്നുകൂടി. ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഭൂതങ്ങൾക്ക് ഇടം കൊടുത്തിട്ടുണ്ടോ? പൈശാചിക ശക്തിക്ക് ഇടം കൊടുത്തിട്ടുണ്ടോ? പാപം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് പിശാചിനെ നിങ്ങൾ ക്ഷണിച്ച് നിങ്ങളുടെ ഉള്ളത്തിൽ ഇരുത്തിയിട്ടുണ്ടോ? നിങ്ങൾ അറിഞ്ഞില്ല എങ്കിലും പ്രിയരെ, നിങ്ങളുടെ പലരുടെയും ജീവിതം മൂലം സാത്താൻ നിങ്ങളുടെ ഹൃദയത്തിലും തന്മൂലം നിങ്ങളുടെ ഭവനത്തിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ്. ഓ എൻ്റെ ദൈവമേ, അനേകം ജീവിതങ്ങൾ സാത്താൻ്റെ ബന്ധനത്തിലാണ്. യേശു നേരെ ചെന്നു. യേശു പറഞ്ഞു, ദുരാത്മാവേ ഇവനെ വിട്ടുപോകാം. ആ മനുഷ്യൻ സുബോധം പ്രാപിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് അവന് മനസ്സിലായത്, നാണം. വസ്ത്രം എടുത്തിട്ടില്ല. അയ്യോ, സുബോധം കിട്ടിയപ്പോൾ അവന് നഗ്നതാബോധമുണ്ടായി. ശിഷ്യന്മാർ ഉടനെ വസ്ത്രം അവനെ പുതപ്പിച്ചു. അവരുടെ കൈവശമുണ്ടായിരുന്ന അവരുടെ വസ്ത്രത്തിൽ നിന്ന് ചിലത് കീറിയെടുത്ത് അവനെ പുതപ്പിച്ചു എന്ന് ഞാൻ ഭാവനയിൽ കാണട്ടെ. സഹോദരങ്ങളെ, ആ മനുഷ്യൻ, അവനുണ്ടായ സന്തോഷത്തിന് അതിരില്ല. അവനുള്ള ഭൂതങ്ങൾ വിട്ടുപോയി. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളിൽ നിന്ന് ഭൂതങ്ങൾ വിട്ടുപോകണമെങ്കിൽ യേശുവിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂതങ്ങളിൽ നിന്ന് മാറാൻ, നിങ്ങൾക്ക് അതിനുള്ള കൃപ തരാൻ യേശുവിന് കഴിയും. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ചില കലി ഭൂതബാധയാണ്, ചില ദേഷ്യം ഭൂതബാധയാണ്, ചില അശുദ്ധിക്ക് വേണ്ടിയുള്ള മോഹം, ലൈംഗിക ആസക്തിയുടെ ഭീകരമായ വൈകൃതങ്ങൾ ഭൂതബാധയാണ് കർത്താവേ. എൻ്റെ ദൈവമേ, വിട്ടുമാറുന്നില്ല. മോഷണത്തിന് വേണ്ടിയുള്ള കൊതി, കവർച്ചയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം, കൊലപാതകം ചെയ്യാൻ പോലും മടിയില്ലാത്ത നിഷ്ഠൂര പ്രകൃതി ഭൂതബാധയാണ് കർത്താവേ. പൈശാചിക പ്രകൃതിയാണ് കർത്താവേ. ഈ ഭൂതങ്ങൾ എന്നെ ഒന്ന് വിട്ടുപോകാൻ നീ എൻ്റെ മേലൊന്ന് കരുണ ചൊരിയുമോ കർത്താവേ? ഭൂതബാധകൾ മാറും പ്രിയരെ. ഈ 6000 എണ്ണങ്ങൾ ഇറങ്ങിപ്പോയി. അവന് സുബോധം കിട്ടി, നഗ്നത മാറി, അവൻ വസ്ത്രമെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ DL മൂടി ഭാവനയിൽ കണ്ടു. ഞാനത് വായിച്ച് കോരിത്തരിച്ചു. സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗനായി DL മൂടി ഇക്കാര്യം ഭാവനയിൽ കണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ഇവൻ വസ്ത്രം ധരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ പോകുന്നിടത്തൊക്കെ ഞാൻ പോന്നോട്ടെ. വേണ്ട മോനെ, നീ ഇപ്പോൾ പോരണ്ട. കാരണം ഈ നാട്ടിൽ ആരും എന്നെ സ്വീകരിക്കുന്നില്ല. ഈ നാട്ടിൽ നിന്ന് എന്നെ പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ നീ ഇവിടെ ജീവിക്കുക. യേശു നിനക്ക് എന്താ ചെയ്തതെന്ന് ഈ ജനമൊന്ന് അറിയാൻ ഇവിടെ ജീവിക്കുക. എൻ്റെ സാക്ഷിയായി നീ ഒരാൾ ഇവിടെ നിൽക്ക്. അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് ചെന്നു. കുറേ നാളായി വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ പേടിച്ചരണ്ടിരിക്കുകയാണ്. പേടിച്ച പാവങ്ങൾ. ഇവൻ വന്നാൽ കുഞ്ഞുങ്ങൾ വേഗം പോയി അകത്ത് കട്ടിലിൻ്റെ അടിയിൽ ഒളിക്കും. വാതിൽ മറവിൽ ഒളിച്ചു നിന്ന് പേടിച്ച് ഇങ്ങനെ വിറച്ചുകൊണ്ട് നിൽക്കും. ഇവൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോഴേക്കും വീട്ടിൽ അവൻ്റെ ഭാര്യയുണ്ടല്ലോ, വാതിലെല്ലാം അടച്ചു, ജനലെല്ലാം അടച്ചു, കുറ്റിയിട്ടു, എല്ലാം ഭദ്രമാക്കി വെച്ചു. കുഞ്ഞുങ്ങൾ കട്ടിൽ ചുവടെ ഒളിച്ചു. പേടിച്ചരണ്ട് പാവങ്ങൾ ഇരിക്കുകയാണ്. ഇവൻ വാതിൽക്കൽ തട്ടി. വാതിൽ തുറക്കുമോ? തുറക്കില്ല. ഇതിനുമുമ്പ് തുറന്നപ്പോഴെല്ലാം ഭയങ്കരമായ ശാപവാക്കുകളും ഭീഷണി വാക്കുകളും കൊള്ളരുതാത്ത വാക്കുകളും ഉപദ്രവങ്ങളും കഠിന താടനങ്ങളും മൃഗീയ മർദ്ദനങ്ങളും എല്ലാം. തുറക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അയ്യോ, നിങ്ങളിനി നോക്കി, ഞാൻ വസ്ത്രം എടുത്തിട്ടുണ്ട്, ഞാൻ പഴയ ആളല്ല, എൻ്റെ നഗ്നത മാറി. യേശു എന്ന ഒരത്ഭുത വ്യക്തി ഇന്ന് ഈ ദേശത്തേക്ക് വന്നു, എനിക്ക് സൗഖ്യം തന്നു. എൻ്റെ മേൽ നിന്ന് 6000 ഭൂതങ്ങളെ ഇറക്കി വിട്ടു.
എനിക്ക് സമാധാനം തന്നു, എനിക്ക് സുബോധം തന്നു. നിങ്ങളാരും പേടിക്കണ്ട, വാതിൽ തുറന്നോളൂ, ഞാൻ ഉപദ്രവിക്കില്ല. എനിക്ക് സുബോധം കിട്ടി. എൻ്റെ അകത്തിരുന്ന് ദുരാത്മാക്കളാണ് നിങ്ങൾ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത്. എനിക്കിപ്പോൾ സുബോധം കിട്ടി. പിള്ളേർ പറഞ്ഞു, അമ്മയെ സൂത്രം പറയുകയാണ് കേട്ടോ, തുറക്കല്ലേ തുറക്കല്ലേ, ഇത് വെറും തട്ടിപ്പാണ് കേട്ടോ, അയ്യോ തുറക്കല്ലേ. പാവങ്ങൾ പിള്ളേർ അമ്മയെ പുറകോട്ട് പിടിക്കുകയാണ്. അദ്ദേഹം ചുറ്റി നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു വീടിന് ചുറ്റും. കേൾക്കണോ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ കുറേ നേരം ഇങ്ങനെ ചുറ്റി നടന്ന് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പയ്യെ ജനലിൻ്റെ കഥക് പയ്യെ ഒന്ന് തുറന്നിട്ടൊന്ന് പാളി നോക്കി. അപ്പോൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. തന്നെയല്ല, മുഖത്തൊരു മാറ്റം, എന്തോ ഒരു വെളിവ്, മുഖമാകെ മാറിയിരിക്കുന്നു. പിന്നെ പിള്ളേർ പറഞ്ഞതൊന്നും അമ്മ നോക്കിയില്ല. അമ്മ വാതിൽ തുറന്നു. വാതിൽ തുറന്ന പാടെ ഈ മനുഷ്യൻ ആ പാവം സ്ത്രീയെ കെട്ടിപ്പിടിച്ചു. നിന്നെ ഞാൻ വളരെ ഉപദ്രവിച്ചിരുന്നു, നിന്നെ ഞാൻ വളരെ മർദ്ദിച്ചിരുന്നു, നിന്നെ ഞാൻ വളരെ പീഡിപ്പിച്ചിരുന്നു. നീ എന്നോട് പൊറുക്കണം. എനിക്ക് സുബോധമില്ലായിരുന്നു, ഭൂതബാധ രോഗബാധയായിരുന്നു. അതുകൊണ്ടാണ്. മക്കൾ പയ്യെ എഴുന്നേറ്റ് വന്നു. അമ്മയും അപ്പനും കരയുകയാണ്. മക്കൾ അപ്പനെ കെട്ടിപ്പിടിച്ചു. അപ്പൻ മക്കളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. കുടുംബമാകെ സ്വർഗമായി. ദൈവമക്കളെ, നിങ്ങൾക്ക് ഭൂതബാധ മാറണമോ? ഭൂതബാധ മൂലം രോഗം വരും. നിങ്ങളുടെ കലി മാറണമോ? നിങ്ങളുടെ കോപവും ക്രോധവും മാറണമോ? നിങ്ങളുടെ മൃഗീയമായ വാസനകൾ മാറണമോ? ലൈംഗിക വൈകൃതങ്ങൾ മാറണമോ? നിങ്ങളുടെ സ്വന്തം ഭാര്യയല്ലാതെ സ്വന്തം ഭർത്താവല്ലാതെ അന്യനിലേക്കുള്ള ആസക്തികൾ മാറണമോ? ദൈവജനമേ, നിങ്ങൾക്ക് സൗഖ്യം തരാൻ യേശുവുണ്ട്, ഭൂതബാധ മാറ്റാൻ യേശുവുണ്ട്, പൈശാചിക ശക്തിയെ ബന്ധിക്കാൻ യേശുവുണ്ട്, സാത്താന്യ പ്രകൃതികളെ നശിപ്പിക്കാൻ യേശുവുണ്ട്, പിശാചിന്റെ പ്രവൃത്തികളൊക്കെയും അഴിപ്പാൻ തന്നെ ദൈവോത്തരം പ്രത്യക്ഷനായി. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ രോഗബാധയിൽ നിന്ന് ഭൂതബാധയിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്? യേശു വന്നിരിക്കുന്നു. യേശു നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്നു. യേശു നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നു. യേശു നിങ്ങളെ ആളാമ്പ്രതി അറിയുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളോട് മധുരമായി പറയുന്നു, മകനേ നിന്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ പ്രിയ മകളെ നിന്റെ ഹൃദയം എനിക്ക് തരിക, ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കട്ടെ, നരകമായ നിന്റെ ജീവിതം സ്വർഗമാക്കി ഞാൻ മാറ്റട്ടെ, സന്തോഷ സമൃദ്ധി ഞാൻ നിനക്ക് പ്രദാനം ചെയ്യട്ടെ, കുടുംബം ആനന്ദം നിറഞ്ഞതായി തീരട്ടെ, ആഹ്ലാദം നിന്റെ കുടുംബത്തിൽ അലവല്ലട്ടെ. മകളെ മകനെ നീ എന്നെ സ്വീകരിപ്പീൻ. യേശു വിളിക്കുന്നു. ഒരു വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയുവീൻ, യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക, എൻ്റെ യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക, യേശുവേ ഇന്ന് മുതൽ ഞാൻ ഒരു പുതിയ മനുഷ്യൻ, യേശുവേ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, നിത്യമഹാവാത്സല്യമായ പരിശുദ്ധ പിതാവേ, ഈ അനുഗ്രഹീത സമയത്തിനായി സ്തോത്രം, സ്വർഗീയ വാഴ്വുകൾക്കായി സ്തോത്രം, കൃപയുടെ നിറവിൽ ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം, സ്നേഹത്തിന് ദൂതി ഞങ്ങളെ അറിയിച്ചതിനായി സ്തോത്രം, ഭൂതബാധ മാറ്റുന്ന അത്ഭുത കൃപ ഞങ്ങളെ വലയം ചെയ്തതിനായി സ്തോത്രം, പാപവും ഭൂതബാധയും അഴിച്ചു മാറ്റുവാൻ രക്ഷകന്റെ തിരുരക്തം മതിയായതാകിയ സ്തോത്രം. യേശുവേ, ഇന്ന് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും ശിരസിലവിടുത്തെ ആണിപ്പാടൽ കരം വയ്ക്കണമേ. സൗഖ്യം നൽകണമേ, സമാധാനം നൽകണമേ, ശാന്തി നൽകണമേ, അനുഗ്രഹം പകരണമേ, ജീവന്റെ പാതയിലേക്ക് കൊണ്ടുവരണമേ, സ്വർഗത്തിന്റെ അവകാശം നൽകണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഓരോരുത്തരെ ഒരുക്കണമേ. വിശുദ്ധിയുടെ ദീപശിഖ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശുദ്ധരായി നിൽപ്പാൻ എല്ലാവരെയും ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ യാചിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ.